പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശൻ ആകെ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് പറയുവാണ്, താൻ എൻ്റെ ജീവിതത്തിന് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇപ്പോഴിതുപോലെയൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ആകെ വിഷമം പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയാണ്. രണ്ടുപേരെയും അടുക്കളപ്പണിക്ക് കയറ്റിവിട്ടേക്കുവാണ് ദേവയാനി. അന്നേരം അഭി ദേഷ്യത്തോടെ ജലജയോട് പറയുവാണ്, എല്ലാവർക്കും വ്രതമാണ് എന്നല്ലേ പറഞ്ഞത്, ഞാനിവിടെ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട്, അവിയലിൽ വരെ കുറേശ്ശെ മുട്ട അങ്ങ് ചേർത്തു, എല്ലാത്തിൻ്റെയും വ്രതം മുടങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി അടുക്കളയിലേക്ക് വരും. എന്നിട്ട് അഭിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, നവ്യേനെ ഇങ്ങനെ കയറൂരി വിട്ടേക്കുന്നതിനെക്കുറിച്ച്. അന്നേരം അഭി പറയുവാണ്, അവളെ നിയന്ത്രിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അമ്മായി എന്നാണ് പറയുന്നത്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ നീ കയറൂരി വിട്ടു, പക്ഷേ അതിൻ്റെ എല്ലാ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്തുമോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അഭിയുടെ കൈ കൊടുത്തു വിടുക. അഭി നവ്യ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും മുറി കൊണ്ടുവച്ച് വാരി കൊടുക്കുവാണ്. അത് കണ്ടുകൊണ്ട് നവ്യ വരുന്നു. നവ്യ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ കാണിക്കുന്നത്? വഴുതെറ്റി നടന്ന ഒരുത്തിയുടെ കുഞ്ഞാണ് ഇത്, അവൾക്ക് നീ എന്തിനാ വാരി കൊടുക്കുന്നത്? നീ ആണോ ഇതിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പം ആകെ ടെൻഷനോടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന അഭിയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.